സൗദിയിൽ ഈ വർഷം വിനോദ പരിപാടികളിൽ പങ്കെടുത്തത് 160 ലക്ഷത്തിലധികം ആളുകളെന്ന് എന്റർടൈൻമെന്റ് അതോറിറ്റി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം ആളുകളാണ് ഇത്തവണ വിനോദ പരിപാടികൾക്കായി എത്തിയത്. വിനോദ പരിപാടികൾക്കും വിനോദ കേന്ദ്രങ്ങൾക്കും അനുവദിച്ച ലൈസൻസുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായി. ഈ വർഷം രണ്ടാം പാദത്തിലെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് പ്രകാരം വിനോദ പരിപാടികളിൽ പങ്കെടുത്തത് 160 ലക്ഷത്തിലധികം ആളുകളാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 130%-യാണ് വർധന. 70 ലക്ഷം ആളുകളാണ് കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ വിനോദങ്ങൾക്കായി എത്തിയത്. 1500-ലധികം വിനോദ പരിപാടികൾക്കായുള്ള ലൈസൻസുകൾ ഇത്തവണ അനുവദിച്ചിട്ടുണ്ട്. 97 വിനോദ കേന്ദ്രങ്ങൾക്കുള്ള ലൈസൻസുകളും അംഗീകരിച്ചു. റെസ്റ്റോറൻറ്റുകളുമായും കഫേകളുമായും ബന്ധപ്പെട്ട് നടക്കുന്ന ലൈവ് ഷോകൾക്കുള്ള ലൈസൻസുകളാണ് അനുവദിച്ചവയിൽ ഭൂരിഭാഗവും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ലൈസൻസുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ 7.3% വളർച്ചയാണുള്ളത്. വിനോദ പരിപാടികളും കേന്ദ്രങ്ങളും പരിശോധിക്കുന്ന കാര്യത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. വിനോദ പരിപാടികൾക്കായുള്ള ലൈസൻസുകൾ ലഭ്യമാക്കാൻ വിനോദ പോർട്ടലിന്റെ സേവനം ലഭ്യമാണെന്നും മന്ത്രാലയം അറിയിച്ചു. വിനോദ കേന്ദ്രങ്ങൾക്കുള്ള അനുമതി, ടിക്കറ്റുകൾ വിൽക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ, ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സർട്ടിഫിക്കറ്റുകൾ, വിനോദ പരിപാടികൾക്കുള്ള പെർമിറ്റുകൾ, റെസ്റ്റോറൻറ്റുകളിലും കഫേകളിലും തത്സമയ ഷോകൾക്കുള്ള പെർമിറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ പോർട്ടൽ വഴി ലഭ്യമാണെന്നും എന്റർടൈൻമെന്റ് അതോറിറ്റി കൂട്ടിച്ചേർത്തു. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്.